രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവൾക്ക് 12 വർഷം നീണ്ടുനിന്ന രക്തസ്രാവമെന്ന ഭീകരമായ അസുഖം എപ്പോഴാണ് മാറിയത്? യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിന്റെ മധ്യേ പോകുമ്പോൾ ആ ജനക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറിയ ഈ രക്തസ്രാവക്കാരിയ സ്ത്രീ അവിടുന്ന് ആഞ്ഞൊന്ന് തൊട്ടു. വിരല് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേ എത്തിയുള്ളൂ. അപ്പൊ തിരക്കുകാരന് അത്രേ പറ്റിയുള്ളൂ. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? വിശ്വാസം കൊണ്ട് തൊട്ടപ്പോ ആ വസ്ത്രത്തിൽ നിന്നും അത്ഭുതമൊഴുകി. എന്തൊഴുകി? ശക്തി ഒഴുകി. ഇവൾക്ക് 12 വർഷത്തെ രക്തസ്രാവം മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ തൊട്ടപ്പോഴാ? നിത്യപുരോഹിതനായ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ അവളുടെ രോഗം മാറി. എങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് ആ വസ്ത്രം ഉണ്ടല്ലോ, അന്ന് തൊട്ട വസ്ത്രം, ആ വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിന് പകരം ഇന്ന് നമ്മുടെ മുന്നിൽ ദൈവം നമുക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നത് അഭിഷിക്തരാണ്, വൈദികരാണ്. കരമുയർത്തി പറ ഹല്ലേലൂയ. അന്ന് രക്തസ്രാവക്കാരി തൊട്ട വസ്ത്രം ഇന്ന് വൈദികരാണ്. നമുക്ക് ഈ ആലയത്തിലെ വൈദികരുണ്ട്, പ്രത്യേകിച്ച് ബെന്യച്ചനൊക്കെ. ആരാണത്? അന്ന് രക്തസ്രാവക്കാരി തൊട്ട ആ വസ്ത്രമാണ് ബെന്യച്ചൻ, വിന്യച്ചൻ, ഇനി ഡേവിഡച്ചൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മുന്നിലുള്ള നമ്മുടെ വികാരിയച്ചനൊക്കെ ആരാണ്? അന്ന് രക്തസ്രാവക്കാരി തൊട്ട വസ്ത്രമാണ്. ആ വസ്ത്രത്തിന്റെ സ്ഥാനത്താണ് നിത്യപുരോഹിതനായ ഈശോ നമുക്ക് ആ വസ്ത്രം എപ്പോഴും മുന്നിൽ സംലഭ്യമാകുന്നതിന് വേണ്ടി വൈദികരെ പ്രതിഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒടുവിലത്തെ അത്താഴവേളയിൽ ഈശോ പൗരോഹിത്യം സ്ഥാപിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. കരമുയർത്തി പറ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. അജ്ഞാനം 4:12 ആർക്കാണ് കാണാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഇനി നിങ്ങൾ പറ, ഈ ഭൂമുഖത്ത് നമ്മുടെ മക്കളും നമ്മളും ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറയണം. നമ്മുടെ ഈ ഭൂമുഖത്ത് നമ്മളെയും നമ്മുടെ മക്കളെയും വഴിതെറ്റിക്കുന്ന ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾക്കിടയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആണോ? അതെ. നമ്മൾ വഴിതെറ്റുന്നു, എന്നിട്ട് വേണോ മക്കളുടെ കാര്യം? അപ്പം മക്കളൊക്കെ വഴിതെറ്റുന്ന തരത്തിൽ ഈ ശ്വസിക്കുന്ന വായുവിലും തിന്മയുടെ കണികകളുണ്ട്. ശ്വസിക്കുന്ന വായുവിലും തിന്മയുണ്ട്. അത്രയ്ക്ക് മലീമസമായ ചുറ്റുപാടിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. നമ്മൾ മക്കളായി കുട്ടികളായി ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോൾ. നമ്മളെ തന്നെ പിശാച് പലതരത്തിൽ വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിശാച് അതിന് പണിയെടുക്കുന്നുണ്ട്. പലരും വീണു പോകുന്നുണ്ട്. മക്കളുടെ കാര്യമോ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്കറിയോ, പൂർവ്വപിതാവായ അബ്രഹാമും ലോത്തുമായി അവർക്ക് 2 പേർക്കും ജ്യേഷ്ഠൻ്റെ മകൻ, അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനാണ് ഹാരാൻ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അബ്രഹാമിൻ്റെ ജ്യേഷ്ഠനാണ് ഹാരാൻ. ഹാരാൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഹാരാൻ്റെ പുത്രനാണ് ലോത്ത്, അതായത് ജ്യേഷ്ഠൻ്റെ മകൻ. അപ്പോൾ ജ്യേഷ്ഠൻ്റെ മകനും അബ്രഹാമിൻ്റെ ഭാര്യയൊക്കെയാണ് കാനാൻ ദേശത്തേക്ക് കൽദായരുടെ ഊരിൽ നിന്നും ദൈവം പറഞ്ഞത് കേട്ട് സ്വന്തം നാടും വീടും ഉറ്റവരെയും ബന്ധുക്കളൊക്കെ വിട്ടിട്ട് കാനാൻ ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചത്. അവർ കാനാൻ ദേശത്തെത്തി. അവിടെ എത്തി ലോത്തും അബ്രഹാമും ഒരുമിച്ച് പണിയെടുത്തു. അവർക്ക് ഒട്ടനവധി സമ്പത്തുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കണം. ഒട്ടനവധി സമ്പത്തുണ്ടായി. ആടുമാടുകളുണ്ടായി. അവർക്ക് ശിഷ്യന്മാരുണ്ടായി. ഒരുപാട് ഭൃത്യന്മാരുണ്ടായി. അവരുടെ സമ്പത്തിൻ്റെ വ്യാപ്തി കൂടിയപ്പോൾ ഭൃത്യന്മാർ തമ്മിൽ അസ്വസ്ഥതയായി. ആര് തമ്മിൽ? അബ്രഹാമും ലോത്തുമായിട്ടല്ല, അവരുടെ ഭൃത്യന്മാർ തമ്മിൽ ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അബ്രഹാമിന് ദൈവം പറഞ്ഞു, നിങ്ങൾ 2 പേരും വേർപിരിഞ്ഞ് 2 ഗ്രൂപ്പായി ജീവിക്കുക. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, മകനെ, ചേട്ടൻ്റെ മകനാണല്ലോ, സഹോദര, നമ്മൾ വേർപിരിയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഭൃത്യന്മാർ തല്ലുകൂടി അത് പ്രശ്നങ്ങൾ കൂടും. അതുകൊണ്ട് നമ്മൾ വേർപിരിയുന്നതാണ് നല്ലത്. അങ്ങനെ അവർ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ അബ്രഹാം ലോത്തിനോടൊരു കാര്യം പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാം ലോത്തിനോടൊരു കാര്യം പറഞ്ഞു, നിനക്ക് തെക്ക് വശമാണോ വേണ്ടത്? അത് നീ എടുത്തോ. അല്ല, നിനക്ക് വടക്ക് വശമാണോ വേണ്ടത്? അത് നീ എടുത്തോ. നിനക്ക് കിഴക്ക് വശം വേണോ? നീ എടുത്തോ.
പടിഞ്ഞാറാണ് വേണ്ടത്, അതെടുത്തോ. അപ്പോൾ ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഈ വശം, നമ്മൾ നിൽക്കുന്ന ഇടതുവശമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ അതെടുത്തോ. അതല്ല, നിനക്ക് വലതുവശം മരുഭൂമിയാണ്, ഇടതുവശം ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്, അപ്പോൾ മരുഭൂമിയാണോ നിനക്ക് വേണ്ടത്, അതെടുത്തോ. അതല്ല, എനിക്ക് ഇടതുവശത്തെ നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലമാണോ വേണ്ടത്, അതെടുത്തോ. അപ്പോൾ ലോത്ത് ബുദ്ധിക്കിട്ടൊന്ന് കളിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ലോത്ത് ഒന്ന് ബുദ്ധി ഉപയോഗിച്ചപ്പോൾ ഇത് ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇടതുവശം, ഇത് നല്ല ഊഷര ഭൂമിയാണ്. അതാണ് സോദോം ഗൊമോറ പട്ടണങ്ങളുള്ള സ്ഥലം. അത് നല്ല ഭൂമി, നല്ല പ്രതിഫലം കായ്ക്കുന്ന, നല്ല മനോഹരമായ പ്രതിഫലം കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ലോത്തിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധി, മാനുഷിക ബുദ്ധി ഉടലെടുത്തു. ലോത്ത് പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് ഈ സ്ഥലം മതി. അപ്പോൾ അബ്രഹാം സന്തോഷത്തോടെ പറഞ്ഞു, നീ അതെടുത്തോ, ഞാൻ പറഞ്ഞതല്ലേ, നീ അതെടുത്തോ. ഇങ്ങോട്ട് നോക്കിയ അബ്രഹാം നോക്കിയപ്പോൾ നീണ്ടു കിടക്കുന്ന മരുഭൂമിയാ, ഒന്നുമില്ല അവിടെ, ഒരു പച്ച നിറം പോലും ഇല്ല, മരുഭൂമി നീണ്ടു കിടക്കുക. അപ്പോൾ ലോത്തിന്, മറ്റേ അബ്രഹാമിന് ഉള്ളിലൊരു വിഷമായി, എൻ്റെ സഹോദരൻ്റെ മകൻ എനിക്കിട്ട് പണിതു. ഒന്നൊന്നും തോന്നിയില്ല കേട്ടോ, അബ്രഹാമിന് അതൊന്നും തോന്നിയില്ല. അബ്രഹാം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ, നീ പറഞ്ഞ മാതിരി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്ക് വലതുവശം മരുഭൂമിയാണ്, അത് മതി. അപ്പോൾ സംപ്രീതനായ ദൈവം അബ്രഹാമിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് ബൈബിളിൽ നിന്നൊന്ന് വായിക്കട്ടെ, ഞാൻ വായിക്കാം. അതായത് 13-ാം അധ്യായം ഉൽപ്പത്തി, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞത്. 13-ാം അധ്യായം ഉൽപ്പത്തി 13-ന്റെ 14 മുതൽ ഞാൻ വായിക്കുകയാണ്. 14 മുതൽ, അതിൻ്റെ 13 വരെയാണ് അവർ വേർപിരിയുന്നതൊക്കെ. 14, അബ്രാം ലോത്തിൽ നിന്നും വേർപ്പെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. എന്ത് ചെയ്യാൻ അബ്രഹാമിനോട് പറഞ്ഞത്? നീ കിഴക്കോട്ട് നോക്കുക, എന്നിട്ട് നീ വടക്കോട്ട് നോക്കുക. അതായത് നിനക്ക് കിട്ടിയ ഭൂമിയുടെ നടുക്കിൽ ചെന്ന് നിന്നിട്ട് നോക്കാനാണ് പറഞ്ഞത്. നിനക്ക് കിട്ടിയ ഭൂമി ഏതാ? പരന്ന് കിടക്കുന്ന മരുഭൂമി, ഒന്നുമില്ല അവിടെ. ആ മരുഭൂമിയുടെ നടുക്ക് നീ ചെന്ന് നിൽക്ക്, എന്നിട്ട് നീ മരുഭൂമിയുടെ കിഴക്കോട്ട് നോക്ക്, മരുഭൂമിയുടെ തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്. എവിടേക്ക് നോക്കിയാലേ എന്താ ഉള്ളത്? മരുഭൂമി. നീ അവിടെ നോക്കുക. നോക്കിയിട്ട് എന്ത് നോക്കുക? നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. തുടർന്ന് ഒരുപാട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അബ്രഹാമിന്. ഞാൻ ആ പോയിന്റിലേക്കല്ല പോകുന്നത്. അപ്പോൾ അബ്രഹാമിനോട് ഇനി നിങ്ങൾ പറഞ്ഞ എങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്? കിഴക്കോട്ട് നോക്കി, പിന്നെ എങ്ങോട്ട് നോക്കി? പടിഞ്ഞാറോട്ട് നോക്കി, പിന്നെ എങ്ങോട്ട് നോക്കി? വടക്കോട്ട് നോക്കി, പിന്നെ എങ്ങോട്ട് നോക്കി? തെക്കോട്ട് നോക്കി. ഈ നോട്ടത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? ആർക്ക് പറയാൻ പറ്റും? ഇങ്ങനെ നോട്ടത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? അത് പിന്നീട് കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം പോകുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉൽപ്പത്തി 13 മുതൽ വായിക്കുക. ഒരു 23 വരെ വായിച്ചാൽ നിങ്ങൾക്ക് വേറൊരു അത്ഭുതം കാണാം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മരുഭൂമിയിൽ നിന്നിട്ട്, ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ നിന്നിട്ട് നിൽക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക. നോക്കാനാ പറഞ്ഞ നേരത്തെ അല്ലേ? പിന്നീട് പറയുന്നു, അത് നിങ്ങൾ കണ്ടെത്തിക്കുക വചനം. ഉൽപ്പത്തി 13 മുതൽ വായിച്ചാൽ കിട്ടും. എന്നിട്ട് പറയാണ്, നീ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നടക്കുക, വടക്ക് നിന്ന് തെക്കോട്ട് നടക്കുക. വീണ്ടും പറയുക അബ്രഹാമിനോട്, മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കാണാതെ. നീ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നടക്കുക, വടക്ക് നിന്ന് തെക്കോട്ട് നടക്കുക. ഈ 2 പ്രസ്താവനകളും ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം അബ്രഹാമിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് ചെയ്ത് തുടങ്ങണമെന്നാണ് ഈ സന്ദേശത്തിലൂടെ ദൈവജനതയെ അബ്രഹാമിലൂടെ പഠിപ്പിച്ചത് ദൈവം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്ത് ചെയ്ത് തുടങ്ങാനാ? ആരെന്ത് പറഞ്ഞല്ലോ? ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ ആള് എന്ത് ചെയ്യാനാ പറഞ്ഞത്? കുരിശ് വരച്ച് തുടങ്ങാൻ. നീ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നടക്ക്, വടക്ക് നിന്ന് തെക്കോട്ട് നടക്ക്. കുരിശ് വരച്ച് തുടങ്ങാനാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. അബ്രഹാം അത് ചെയ്തു. അബ്രഹാം ചെയ്തിട്ട് എന്തുണ്ടായി? സോദോം ഗൊമോറ ഊഷരഭൂമി കൈവശമാക്കിയ ലോത്തിന്റെ അവിടെ തീയും ഗന്ധകവും വിട്ട് തിന്മ വർദ്ധിച്ച സ്ഥലമായിരുന്നു. പ്രതിഫലം ഉണ്ടായിരുന്നു, അതിലേറെ തിന്മയുണ്ടായിരുന്നു. തിന്മ വർദ്ധിച്ച സ്ഥലത്തെ ദൈവം
ദൂതന്മാരെ വിട്ട് അറിയിപ്പ് കൊടുത്ത് ലോത്തിനെ കുടുംബത്തെ വലിച്ചു കൊണ്ടുപോയി കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടു. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് നഷ്ടപ്പെടുന്ന സമ്പത്തോർത്ത് സങ്കടം വന്നിട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായി. ഇന്ന് ഈ ഇസ്രായേലിൻ്റെ ചാവുകടലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ജബേൽ ഇസ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വിസ്ഡം അല്ല, ഇസ്ഡം. ജബേൽ ഇസ്ഡം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചാവുകടലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില ഉപ്പുതൂണുകളെ കാണാം അവിടെ. അതിലൊന്ന് ഈ സമ്പത്തിനോട് ആർത്തി പൂണ്ട ലോത്തിൻ്റെ ഭാര്യയെ ഉപ്പുതൂണായ ഒരു ഉപ്പുതൂണും അതിലുണ്ട്. അതിൽ അമേരിക്കയിൽ നിന്നെത്തിയ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ ഒരു ഉപ്പുതൂണിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിലേതോ ഒരെണ്ണം ലോത്തിൻ്റെ ഭാര്യയുടേതാണ്. അപ്പോൾ സമ്പത്തിലേക്ക് നോക്കിയതാണ്. അപ്പോൾ ദൈവം, നമ്മുടെ വിഷയം അതല്ല, ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്തിട്ട് തുടങ്ങാനാണ് പറഞ്ഞത്? കുരിശ് വരച്ച് തുടങ്ങാനാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മക്കളെയൊക്കെ വിളിച്ചാൽ വരുന്ന മക്കളൊക്കെ മുന്നിൽ നിർത്തിയിട്ട് അവരോടൊന്ന് കുരിശ് വരയ്ക്കാൻ പറയാം. അന്തരിച്ച മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ എക്കാലത്തെയും സങ്കടമായിരുന്നു ക്രിസ്ത്യാനിക്ക് നേരാവണ്ണം പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള കുരിശ് വരയ്ക്കാൻ അറിയില്ല. ഫ്രാൻസിസ് പാപ്പയുടെ എക്കാലത്തെയും സങ്കടമായിരുന്നു ക്രിസ്ത്യാനിക്ക് കുരിശ് വരയ്ക്കാൻ അറിയില്ല. ഒരു പാപ്പയുടെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, എപ്പോഴും കിട്ടും. ഫ്രാൻസിസ് പാപ്പയുടെ, മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പയുടെ 800-ാം വർഷമാണ് ആര് മരിച്ചിട്ട്? വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് ഇത് 800-ാമത്തെ വർഷം. ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ച ഫ്രാൻസിസ് പിതാവ് മാർപ്പാപ്പ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും കുരിശുവര പഠിപ്പിക്കണമെന്ന്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല, നിങ്ങളെല്ലാവരും കുരിശു വരച്ചാൽ നിരവധി പേരുടെ കുരിശുവര തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം അബ്രഹാമിനത് പഠിപ്പിച്ചത് വൃത്തിയായിട്ട് വരയ്ക്കാൻ ഇന്നും നമുക്കറിയില്ല. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ. സങ്കീർത്തനം 25:12, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകണമെങ്കിൽ നീ ആദ്യം കുരിശു വരയ്ക്കണം. നമ്മുടെ മക്കൾക്ക് ഇന്ന് നമുക്കറിയോ, കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ 2 ബന്ധന പ്രാർത്ഥനകളുണ്ട്. ഏറ്റവും വലിയ 2 ബന്ധന പ്രാർത്ഥനകൾ. ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് വിശുദ്ധിയോടെ കുരിശു വരയ്ക്കുക. ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണത്. രണ്ടാമത്തെ ബന്ധന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അതൊരു ബന്ധന പ്രാർത്ഥനയാണ്. അത് നമുക്ക് വലിയ പുസ്തകമൊന്നും നോക്കി വായിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, അറിയേണ്ടതാണ്. വിശ്വാസ പ്രമാണം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മക്കൾ കിടന്നുറങ്ങുമ്പോൾ അന്നാൻ വെള്ളം ഒരു കുപ്പിയിലെടുത്തിട്ട് ഒരു പൊത്ത് തുളച്ചിട്ട് കിടന്നുറങ്ങുന്ന മക്കൾ കിടക്കുന്നിടത്തൊക്കെ പോയിട്ട് അമ്മയാണത് ചെയ്യേണ്ടത്. അമ്മ ഒരു കുപ്പിയിലെ അന്നാൻ വെള്ളം എടുത്തിട്ട് അടപ്പിനൊരു പൊത്തുണ്ടാക്കിയിട്ട് കുരിശു വരച്ചിട്ട്, നമ്മൾ അന്നാൻ വെള്ളം തൊട്ട് കുരിശു വരച്ചിട്ട് ഈ അന്നാൻ വെള്ളമുള്ള കുപ്പി എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മക്കൾ കിടന്നുറങ്ങുന്നിടത്തൊക്കെ പോയിട്ട് തെളിച്ചാൽ, ജീവിത പങ്കാളിയോ മക്കളോ ആരാവട്ടെ, വീടിൻ്റെ ഉള്ളിൽ രാത്രിയിലോ പ്രഭാതത്തിലോ, രാത്രിയിലോ നല്ലത്, അങ്ങനെ പോയിട്ട് തെളിച്ചാൽ മക്കൾ രക്ഷപ്പെടുന്നതിൻ്റെ ആദ്യപടിയായി. തിന്മയുടെ വശീകരണ ശക്തി വരുമ്പോൾ മക്കൾക്ക് പ്രതിരോധിക്കാനുള്ളൊരു ശക്തി അമ്മ കൊടുത്തു. അമ്മ കുരിശു വരച്ചിട്ട് അന്നാൻ വെള്ളം ഒരു കുപ്പിയിലെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നീ അന്നാൻ വെള്ളം തെളിക്ക്. വൈദികരെ കൊണ്ടുവന്ന് ഇടയ്ക്ക് തെളിക്ക്. അമ്മയ്ക്ക് തെളിക്കാലോ, അമ്മ ഇല്ലെങ്കിൽ അപ്പൻ തെളിക്കട്ടെ, ആർക്ക് വേണം തെളിക്കാം. മൂത്ത സഹോദരിക്കോ സഹോദരനോ ചെയ്യാം, ആർക്ക് വേണം ചെയ്യാം. അമ്മയുള്ളവരെ അമ്മ ചെയ്യും ഈ ജോലി. അമ്മയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്. നമ്മളല്ല, നിങ്ങൾ ഈ ധ്യാനത്തിന് വരുന്നവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് കേൾക്കേണ്ടത് ഇവിടെ വരുന്നവരല്ല, ഇവിടെ വരാത്തവരാ കേൾക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താവണം? സുവിശേഷ പ്രവർത്തകരായി മാറണം. ഈ വർഷത്തിൽ നമ്മൾ സുവിശേഷ പ്രവർത്തകരായി മാറിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികളോട്, നമ്മുടെ വേണ്ടപ്പെട്ട വീടുകളിലെ അമ്മമാരോട്, സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഒരു കുപ്പിയിൽ അന്നാൻ വെള്ളം എടുത്തിട്ട് കുരിശു വരച്ചിട്ട് ആദ്യത്തെ ബന്ധന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയിട്ട് കുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി രണ്ടാമത്തെ ബന്ധന പ്രാർത്ഥന ചൊല്ലി നീ അന്നാൻ വെള്ളം തെളിക്കുക. നമ്മൾ ഇതൊന്നും ചെയ്യില്ലെന്നേ. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ പൊതുവെ ആരും ഇത് ചെയ്യുന്നില്ല. എന്നിട്ട് കുട്ടികൾ വഴിതെറ്റിപ്പോവുക. കുട്ടികളുടെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയോ? അതായത് 3 വയസ്സ് തൊട്ടുള്ള കാര്യം പറയണത്. 3 വയസ്സ് തൊട്ടുള്ള കുട്ടികളുടെ കാര്യം പറയണത്. 3 വയസ്സല്ല, ജനിച്ച് 6 മാസം ആകുമ്പോഴേക്കും മൊബൈലായി. അതിൻ്റെ അപകടത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഇത് പഠന മേഖലയാണ്. ഇന്നത്തെ ഞാൻ ബെന്നിയച്ഛൻ്റെ പറയാൻ കാരണം ബെന്നിയച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇന്ന് പഠന മേഖലയെക്കുറിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കുട്ടികളുടെ പഠന മേഖല മുതിർന്നവരൊക്കെ പഠിക്കുന്നുണ്ട്. ആര് പഠിക്കുകയാണെങ്കിലും അവരെ കീഴ്പ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മളതിനെ അതിജീവിക്കണം. അതിൻ്റെ പ്രാരംഭമായൊരു കാര്യമാണ്. ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയാണ്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ 3 പ്രാവശ്യം കുരിശ് വരച്ചിട്ട് എഴുന്നേൽക്കുക. ഞാൻ കുരിശ് വരയ്ക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഞാനിങ്ങനെ എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ ആദ്യത്തെ വരെ മൂക്കിൻ്റെ തുമ്പ് വരെ ഇവിടുന്ന് മുടിയിലോട് തുടങ്ങി മൂക്കിൻ്റെ തുമ്പ് വരെ. അതാ എന്നിട്ട് അടയാളത്താൽ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? പ്രാരംഭമായൊരു കാര്യം കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയണതാണ്. ആരും എന്നോട് കോപിക്കരുത്. അറിയാത്തവർ കേൾക്കുക, അറിഞ്ഞവർ ഇനി അടുത്ത ആളുകളെ പഠിപ്പിക്കുക. നമ്മളിത് അറിയാം, പക്ഷെ പഠിപ്പിക്കില്ല. അപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറയുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മളെല്ലാവരും കുട്ടികളൊക്കെ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ആദ്യത്തെ കുരിശടയാളം വരച്ചത് 4 കുരിശടയാളുണ്ട്. അങ്ങനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറയുമ്പോൾ ചിന്ത, ബുദ്ധി, ഭാവന ഇതൊക്കെ ഈ തലയിലുള്ളിലാണ്. അവനെ ശുദ്ധീകരിക്കുക. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത് ഇങ്ങനെ ഉള്ളം കൈ കൊണ്ടാണ് വരയ്ക്കേണ്ടത്, വിരലിൻ്റെ ഉള്ളം ഭാഗം കൊണ്ടാണ് വരയ്ക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അലക്ഷ്യമായി വരച്ചു പോകും. മൂക്കിൻ്റെ തുമ്പ് അങ്ങനെ ഇത് ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലുമുള്ള സകല തിന്മയുടെ ശക്തികളെ ബന്ധിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുരിശ് ഒരു ബന്ധന പ്രാർത്ഥനയാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ആദ്യത്തെ കുരിശടയാളം വരച്ചു. രണ്ടാമത്തെ കുരിശടയാളം മൂക്കിൻ്റെ തുമ്പത്തുനിന്നാണ്. അല്ല ചിലവരിത് ഇവിടുന്നിട്ട് ഇങ്ങനെ വരെ വരയ്ക്കും. ആദ്യത്തെ കുരിശ് ഇവിടുന്നിട്ട് തുടങ്ങി ഇതുവരെ വരയ്ക്കും. എന്നിട്ട് ഇങ്ങനെ അടുത്തതും ഇവിടെ തന്നെ, രണ്ടാമത്തും അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് പോവുകയാണ്. അല്ല ആദ്യത്തെ കുരിശ് തുമ്പ് വരെ മതി. എന്നിട്ടിങ്ങനെ. അപ്പോൾ ഈ തലയുടെ ഉള്ളിലുള്ള സകലറ്റിനെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ബന്ധിക്കുകയാണ്. അവിടെ വിശ്വസിച്ചുകൊണ്ട് വരയ്ക്കണം. എന്നിട്ട് മൂക്കിൻ്റെ തുമ്പത്തുനിന്ന് അടുത്തവിടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും. ചിലൊരു ശത്രു ആടിയലിൻ്റെ അടിയിൽ കൂടെ വരയ്ക്കുക. ആടിയലിന് എന്ത് ശത്രുതയാണ്? ആടിയലിന് എന്ത് ശത്രുതയുള്ളത്? ആരാ നമ്മുടെ ശത്രു? ഉറക്കപ്പറ. 24 മണിക്കൂറും കോൾഡ് സ്റ്റോറേജിലിട്ടൊരു സാധനമുണ്ട് നമുക്ക്. 32 പലകിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വീമ്പിളക്കുന്ന ഒരു സാധനമുണ്ട് നമുക്ക്. അവനാണ് നമ്മുടെ ശത്രു. ആരാണത്? നാവ്. അപ്പോൾ ഞങ്ങളുടെ ശത്രു വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രു 2 ചുണ്ടിൻ്റെ ഇടയിൽ ഉള്ളിലാ. ആടിയുടെ മുകളിൽ വരച്ച ശത്രു പോവില്ല. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും. ഇത് പറയുമ്പോൾ നാവ് ശുദ്ധീകരിക്കുക. ഈ നാവ് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന നമ്മളും പലപ്പോഴും വീണു പോകുന്നത് ഈ നാവ് കൊണ്ടാണ്. അപ്പം നാവിനെ ബന്ധിക്കുന്ന ബന്ധന പ്രാർത്ഥനയത്. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും. അപ്പം രണ്ടാമത്തെ കുരിശായി. ഞങ്ങളെ രക്ഷിക്കുക. ഇനി അടുത്തത് ഹൃദയത്തിലേക്കാണ് പോണത്. ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാൻ ഇരിക്കുന്നത് ഹൃദയത്തിലാ. ആരെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുക. കർത്താവിനോട് പറയാ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ ഹൃദയത്തിൻ്റെ മുകളിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ വരയിൽ ദൈവം കയറിയിരിക്കും. ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാന്. അതിന് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ഒന്ന് കുരിശ് വരയ്ക്കണതൊന്ന് കണ്ട് പഠിച്ചാൽ മതി. പള്ളിയിൽ കുർബാനയ്ക്ക് കുട്ടികൾ വന്നിട്ട് മുട്ടുകുത്തണം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാം. നമ്മുടെ ദേവാലയങ്ങളിൽ കുട്ടികൾ വന്ന് നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല അവരെ പഠിപ്പിക്കേണ്ടത്. അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞത്? കുരിശ് വരച്ച് തുടങ്ങാനാണ് പറഞ്ഞത്. കുരിശ് വരയ്ക്കാനൊന്നും ഈശോ പറഞ്ഞില്ല. കുരിശ് വരയ്ക്കേണ്ട കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. 2 തവണ ആവർത്തിച്ചത്. അപ്പോൾ അതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ എനിക്കിതിൻ്റെ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ 3 പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നിരിപ്പിൽ കുരിശ് വരയ്ക്കും. കുരിശ് 3 തവണയെങ്കിലും വരയ്ക്കാതെ ഞാൻ എഴുന്നേൽക്കും. 4 തവണ വരച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 3 തവണയെങ്കിലും വലിയ കുരിശടയാളം എന്ന് അതിന് പറയാം. 1, 2, 3, 4 4 കുരിശടയാളാണ്. 4 കുരിശടയാളമുള്ള ഇതാണ് വലിയ കുരിശടയാളം. പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത് ചെറിയ കുരിശടയാളം. ഇതും ആവാം. അതിനും അതിൻ്റേതായിട്ടുള്ള സംരക്ഷണം നമുക്കുണ്ട്. ഇതൊരു ബന്ധന പ്രാർത്ഥനയാണ്. അത് യോഗ്യതയോടെ വരയ്ക്കാൻ ക്രിസ്ത്യാനിക്കറിയില്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. ഏറ്റവും സിമ്പിളാണ്. കുർബാനയ്ക്ക് വരുന്ന കുട്ടികൾ ദേവാലയത്തിൽ നമ്മുടെ കുട്ടികളല്ലേ, കുട്ടികളൊക്കെ നേരം വൈകിട്ടാണ് വരിക. കുറേ കുട്ടികൾ നേരത്തെ വരുന്ന കുട്ടികളുണ്ട്. ഈ നേരം വൈകി വരുന്ന കുട്ടികൾ പള്ളിയകത്ത് മുട്ടുകുത്തി കുരിശ് വരയ്ക്കണ കണ്ടാലറിയാം.
കുട്ടികൾ ഓടിക്കിട്ട് വരും. കുട്ടികളായതുകൊണ്ട് മുന്നിലേക്ക് വരും, ചേട്ടന്മാരൊക്കെ പിന്നെ പിന്നിലേക്ക്. അവരെന്താ കാണിക്കണേന്ന് ആരും കാണില്ല. കുട്ടികൾ മുന്നിലേക്ക് ഓടി വരും, എന്നിട്ട് ഒറ്റക്കാലിൽ മുട്ടുകുത്തും. ഒറ്റക്കാലിൽ ഈ നായ ഓടിപ്പോകുമ്പോൾ സർവേക്കല്ല് കാണിക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ ഒറ്റക്കാലിൽ മുട്ടുകുത്തിയിട്ട് എന്താ അവർ കാണിക്കണേന്ന് അവർക്കറിയില്ല. കൈകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെ തേമ്പി അവസാനിപ്പിക്കും. പെട്ടെന്ന് തീർക്കണം, സമയം പോയില്ലേ. മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇനി കുർബാനയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ നേരം വൈകിയാലും മുട്ടുകുത്തി ഈ 4 കുരിശടയാളമുള്ള വലിയ കുരിശടയാളം വരച്ചിട്ട് നീ കുർബാന തുടങ്ങിയാൽ മതി. അപ്പം കുരിശടയാളത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അടിസ്ഥാനപരമായ ക്രിസ്ത്യാനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ തമ്പുരാൻ, ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. അപ്പം ഹൃദയത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യം കടന്നു വരികയാണ്. ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വിശ്രമിക്കാൻ വേണ്ടിയാ. ദൈവത്തിന് വിശ്രമിക്കാൻ വേണ്ടിയാ ദൈവം ഹൃദയമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയിൽ വന്ന് ദൈവത്തിന് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം വിശ്രമിക്കുക എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലാ. അതിനു വേണ്ടിയാ നിന്നെയും എന്നെയും സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിക്കുമ്പോൾ നിന്റെ അനുമതി ചോദിക്കാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് എൻ്റെയും നിൻ്റെയും ഹൃദയം. ഇത് വിശ്വസിക്കുന്നവർ കരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെയും എൻ്റെയും ഹൃദയം ഉള്ള നമ്മളെ ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വിശ്രമിക്കാനാണ്. ആ ദൈവത്തെ പലപ്പോഴും നമ്മൾ ഇടിച്ചിറക്കും. അപ്പോൾ തിരിച്ച് കയറാനാണ് ഈ വര. ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളൊരു തമ്പുരാനെ. എന്നിട്ട് അവസാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞങ്ങൾ പറഞ്ഞു ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ എന്നൊരു വരയുണ്ടല്ലോ, ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും. ഈ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ, ശത്രുക്കളിൽ നിന്ന് പറയുമ്പോൾ ഈ മൂക്കിൻ്റെ തുമ്പത്തൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ചും ഈ പോത്തിറച്ചി തിന്നുന്നൊക്കെ നമുക്ക് വല്ലാണ്ടുള്ളൊരു സാധനമാണ് മൂക്കിൻ്റെ തുമ്പത്ത്. അതിൻ്റെ പേരാണ് കോപം. ഭയങ്കര കോപമാണ് ക്രിസ്ത്യാനിക്ക്, ഭയങ്കര. എല്ലാവർക്കും കോപമുണ്ട്. ഈ മൂക്കിൻ്റെ തുമ്പത്തുനിന്ന് ചാടി വരുന്നൊരു കോപമുണ്ട്. അവനെപ്പോലും പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു തരും, വിശ്വസിച്ച് നീ വിശുദ്ധ കുരിശടയാളം വരച്ചാലേ. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നെന്ന് പറയുമ്പോൾ ഈ മൂക്കിൻ്റെ തുമ്പത്തുനിന്ന് വരുന്ന കോപത്തെ അവിടെ അമർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സഭയുടെ പഠനമാണിത്. അപ്പോൾ ചിന്തയിലും ബുദ്ധിയിലും ഭാവനയിലുമുള്ള ദുഷ്ടശക്തികളെയും നമ്മൾ ബന്ധിക്കുകയാണ്. ആദ്യത്തെ കുരിശ്. രണ്ടാമത്തെ കുരിശ് നമ്മുടെ നാവിനെയും കോപത്തെയും ബന്ധിക്കുകയാണ്. മൂന്നാമത്തത് നമ്മൾ അടിച്ചിറക്കിയ ദൈവത്തെ തിരിച്ച് കയറ്റുകയാണ് ഹൃദയത്തിൽ. എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ പറയുകയാണ്. എന്നിട്ട് അവസാനം പറയാണ്, ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ത്രിയേക ദൈവത്തെയാണ് നമ്മളവിടെ സ്മരിക്കുന്നത്. എത്ര വലിയ ബന്ധന പ്രാർത്ഥനയാണെന്നോ കുരിശടയാളം! എത്ര വലിയ ബന്ധന പ്രാർത്ഥനയാണ്! ഇത് ക്രിസ്ത്യാനിക്ക് അറിയില്ല. ഇതെന്തേ ക്രിസ്ത്യാനിക്ക് അറിയാതെ പോയത്? അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. കാരണം മനോഹരമായൊരു ബന്ധന പ്രാർത്ഥന ക്രിസ്ത്യാനി അതിൻ്റെ അർത്ഥവും ആഴവും അറിഞ്ഞ് ചെയ്യരുത്. അതാരുടെ ആവശ്യമാണ്? പിശാചിൻ്റെ ആവശ്യം. ഈ കുരിശ് വരയുടെ അർത്ഥവും ആഴവും അറിഞ്ഞ് ക്രിസ്ത്യാനി അത് ചെയ്യരുത്. അത് ചെയ്താൽ അവർക്ക് പ്രതിരോധം വരും. പിശാചിനെതിരെ പ്രതിരോധിക്കാനുള്ള ശക്തി വരും. ഈ പിശാചിനൊരു കഴിവില്ല കേട്ടോ, ഒരു കഴിവില്ല. സൂത്രവും കൗശലവും വക്രബുദ്ധിയും നുണയും പറയുന്ന ടീമിൻ്റെ പേരാണ് പിശാച്. അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുട്ടി, അപ്പം ഞാൻ ചെയ്യുന്നത് രാവിലെ 3 പ്രാവശ്യം കുരിശ് വരച്ചിട്ടാണ് എനിക്ക്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്, ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്, ത്രിയേക ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ. പക്ഷെ അത് ക്രിസ്ത്യാനി ചെയ്യില്ല. ക്രിസ്ത്യാനിക്ക് വേറെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആത്മാർത്ഥമായി ചോദിക്കണം, നമ്മൾ ആരും ഉത്തരം പറയണ്ട. എത്ര ആളുകളാണ് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഗ്രഹിച്ച് ചൊല്ലുന്നത്? എത്ര ആളുകളാണ് ഇപ്പോൾ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലുന്നുണ്ട് നമ്മുടെ വീടുകളിൽ. ആ പ്രാർത്ഥന ജപമൊക്കെ ചൊല്ലുമ്പോൾ എത്ര ആളുകളാണ് ആ വായിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമം എടുത്താൽ അതിലൊരു 5-10 ആളെ കിട്ടുമോ? ഞാൻ ഉൾപ്പെടെ അർത്ഥം മനസ്സിലാക്കിയല്ല ചൊല്ലുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ച അർത്ഥം മനസ്സിലാക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോഴേക്കും ചിന്ത തെറ്റിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ പിന്നിലെ ശക്തി പിശാചല്ല.
പ്രാർത്ഥന ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ വെറുതെ എല്ലാ കുറ്റവും പിശാചിൻ്റെ തലക്കിടണ്ട. അത് നമ്മളെ തെറ്റിക്കുന്നത് നമ്മുടെ ജഡമാണ്. ജഡം നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ പാട്ടിലൊക്കെ, ദേഹം ദേഹി ആത്മാവ് അല്ലേ, കേട്ടിട്ടില്ലേ? ദേഹം ദേഹി ആത്മാവിൻ സമാധാന സന്തോഷം, അങ്ങനെയൊക്കെ പാട്ട് കേട്ടിട്ടുള്ളവരെന്ന് കൈവയ്ക്ക്. ദേഹം കുറേ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേഹം ദേഹി ആത്മാവ്. ദേഹം എന്ന് പറഞ്ഞ ശരീരം, ദേഹി എന്ന് പറഞ്ഞ നിന്റെ മനസ്സ്, ആത്മാവ് എന്ന് പറഞ്ഞ നിന്റെ ഉള്ളിലുള്ള ആത്മാവ്. അപ്പോൾ ശരീരവും മനസ്സും ആത്മാവിനെയാണ് ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള തിന്മ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകാൻ പിശാചിന് ആഗ്രഹമില്ല. അപ്പോൾ നമ്മുടെ ജഡം അതിനെതിരെ നിൽക്കും. അങ്ങനെ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു ബൈബിൾ എടുത്ത് വായിക്കാതിരിക്കുക, ബൈബിൾ എടുത്ത് വായിക്കാൻ പോവുക. ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരാത്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരും. നീ മറ്റേ കാര്യം ചെയ്തില്ലല്ലോ, നീ അയ്യോ അന്ന് ഞാനൊരു കാര്യം ആലോചിച്ചതായിരുന്നു. ബൈബിള് വായിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വരിക. അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ്. കുടുംബ പ്രാർത്ഥന പിന്നെ ഒരു റുട്ടീൻ പ്രോഗ്രാമാണ്, അതെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അലസമായി നമ്മളങ്ങോട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ട് ഇരിക്കും. അതരം മാത്രം ചലിക്കും, ഹൃദയം ചലിക്കില്ല. ഞാൻ ചെയ്യുന്ന കാര്യം പറയണം കേട്ടോ, നിങ്ങളൊക്കെ ചിലപ്പോൾ നന്നായി ചെയ്യുന്നവരാവാം. അതരം ചലിക്കും, ഹൃദയം ചലിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോൾ, അവർ വഴിതെറ്റാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ. കാരണം അവർ ശ്വസിക്കുന്ന വായുവിലും നടക്കുന്ന ഇടങ്ങളിലും അവരുടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊക്കെ മക്കൾ വഴിതെറ്റാനുള്ള, നമ്മൾ പോലും വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കരുതണം, കരുതിയിരിക്കണം. കുരിശ് വരച്ച് തുടങ്ങണം. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവണം. പിന്നെ പറയണം, നമ്മളിങ്ങനെ നടക്കുമ്പോൾ, നമ്മളിവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. കർത്താവായ ഈശോ സർവാധിപനാണ്, കർത്താവായ ഈശോ സർവശക്തനാണ്, കർത്താവായ ഈശോ അത്യുന്നതനാണ്. ഇതിങ്ങനെ ഉരുവിടാൻ പറ്റുന്നവർ ഉരുവിടുക. ഈ സർവശക്തനും അത്യുന്നതനും സർവാധിപനുമായ ദൈവം നിന്റെയും നിന്റെ മക്കളുടെയും അമരത്ത് കാവലുണ്ടാകും. കരമുയർത്തി പറ ഹല്ലേലൂയ, കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. നിന്റെ മക്കളുടെ, നിന്റെ ജീവിത പങ്കാളിയുടെ, നിന്റെ ഭവനത്തിന്റെ, നിന്റെ ആരോഗ്യത്തിന്റെ അമരത്ത് ഈ ത്രിയേക ശക്തി ഉണ്ടാകും. അവൻ സർവാധിപനാണ്, അവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്. നീ ഏറ്റുപറയുക. നിനക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഏറ്റുപറയുക. നിന്നെ ദുഷിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ നിന്നിൽ നിന്ന് വിട്ടുപോകുന്നത് നിനക്ക് കാണാം. എന്നിട്ട് നീ ഒഴിവുള്ള സമയത്തൊക്കെ ഒരു കാര്യം ഉരുവിടുക. 4-മത്തെ കാര്യം, താങ്ക് യു ജീസസ്, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കനൽ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് നീ അറിഞ്ഞാലല്ല, അത് സംഭവിക്കും. നേരത്തെ തുടങ്ങുക. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നടക്കുക. ജീവിതം മുഴുവൻ ഒരു നന്ദിയാവുക. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. നിങ്ങൾ ഒരു 10 ആളോടെങ്കിലും ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. കർത്താവ് ഈശോ അത്യുന്നതനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. സർവശക്തനാണ്, സർവാധിപനാണ്. ഇത് മറക്കുമോ നമ്മൾ? അത്യുന്നതനാണ്, സർവാധിപനാണ്, സർവശക്തനാണ്. കർത്താവ് ഈശോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞോ? അപ്പോൾ സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം നമ്മുടെ തകർന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ശക്തിയായി ദൂതന്മാരെ അയക്കുന്നേ. ഒന്നും പേടിക്കണ്ട, ദൂതന്മാരെ അയക്കും. ചെറിയ അനുഭവം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാൻ വെറുതെ കടലാസിൽ വായിച്ചതല്ല പറയുന്നത്, എൻ്റെ ജീവിതാനുഭവമാണത്. അപ്പോൾ നമുക്കൊരു അടിത്തറ കിട്ടും, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടാൻ തുടങ്ങും. ഒരു ബൈബിൾ വായിക്കുമ്പോഴോ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴോ കുർബാനയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കുർബാന ഏറ്റവും കൂടുതൽ പലവിചാരമുള്ള ആരാധനയുടെ പേരാണ് വിശുദ്ധ കുർബാന. ഭൂമുഖത്ത് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പലവിചാരം തരുന്ന എല്ലാ പ്രാർത്ഥനകളും ആരാധനകളാണ്. ഏറ്റവും കൂടുതൽ പലവിചാരം തരുന്ന ആരാധനയാണ് വിശുദ്ധ കുർബാന. കാരണം ഏറ്റവും വലിയ ശക്തിയും അതിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിശാചിൻ്റെ തല തകർക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വിശുദ്ധ കുർബാന, കൂദാശകളുടെ കൂദാശ. അതിനാണ് ഏറ്റവും കൂടുതൽ പല വിചാരം വരേണ്ടത്. അതാരുടെ ലക്ഷ്യം? പിശാചിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞത്
നമ്മുടെ ജഡം ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് എതിര് നിൽക്കും. ആരെതിര് നിൽക്കും? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല വിചാരം തരുന്നത് മുഴുവൻ പിശാചല്ല, നമ്മുടെ ജഡമാണ്. ജഡം, ദേഹം, ദേഹിയെ കൂട്ടുപിടിക്കും, മനസ്സിനെ കൂട്ടുപിടിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെ വഴി തെറ്റിക്കും. കരുതിയിരിക്കണം. അങ്ങനെ വെറുതെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നേ. കൂട്ടുപിടിക്കണം. ഈശോ സർവാധിപനാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ്. എന്നിട്ട് കുറെ നീ നന്ദി പറയണം. വെറുതെ കയറിയിരുന്ന് ബൈബിൾ വായിക്കാൻ പോയാൽ പറ്റില്ല. നീ ബൈബിൾ വായിച്ചാൽ നിന്റെ മക്കൾ രക്ഷപ്പെടും. നീ വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിച്ചാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ കുടുംബ പ്രാർത്ഥന യോഗ്യതയോടെ ചൊല്ലിയാൽ, ജപമാല ചൊല്ലിയാൽ പരിശുദ്ധാത്മ നിനക്ക് കാവലേർപ്പെടുത്തും. ഇതാർക്കും ഇഷ്ടമല്ല, പിശാചിന് ഇഷ്ടമല്ല. അതിന് പിശാച് ആദ്യം ജഡിക പ്രവണതകളെ കൂട്ടിത്തരും. അത്രേ പിശാച് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ നിർവീര്യമാക്കാൻ നമ്മുടെ ജഡത്തിൽ തന്നെ അതിനുള്ള സ്റ്റോക്കുണ്ട്, ജഡത്തിലുണ്ട്. ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്നവര് കയറി അങ്ങ് വചനം വായിക്കാനിരുന്ന പറ്റില്ല. അപ്പം കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്ക് യു ജീസസ് എന്നൊരു വാക്ക് പറഞ്ഞു. ദൈവമേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. യേശുവേ നന്ദി, പിതാവേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഏത് പറഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് കിട്ടും. പിതാവേ നന്ദി എന്ന് പറഞ്ഞാൽ പുത്രനും പരിശുദ്ധാത്മാവനും പെരുത്ത് സന്തോഷമാണ്. ഈശോയെ നന്ദി എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് കൂടുതൽ സന്തോഷിക്കുന്നത് പിതാവും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവേ നന്ദി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനൊക്കെ സന്തോഷം ഈശോയ്ക്കും പിതാവിനുമാണ്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ത്രിയേക ദൈവമേ നന്ദി, അല്ലെങ്കിൽ യേശുവേ നന്ദി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായൽ വരുന്നത് ഈ 4 എണ്ണത്തിൽ ഏത് വേണേലും പറഞ്ഞോ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഞാനൊരു കാര്യം, നമ്മൾ ഈ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ ആരും ബൈബിളൊന്നും കൊണ്ടുവരില്ലല്ലോ. ആരോ 1-2 പേരെ കൈവക്കിയത്. സങ്കീർത്തനം 50-ാം അധ്യായം അതിൻ്റെ 14-ാം വചനം. സങ്കീർത്തനം 50:14. അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു താങ്ക് യു ജീസസ്, യേശുവെ നന്ദി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ അനുവാദമില്ലാതെ നമുക്ക് ജന്മം തന്ന ദൈവത്തിന് നന്ദി പറയാനാണ് ഈ ജീവിതം നമുക്ക് തന്നത്. എത്ര തവണ നമ്മൾ നന്ദി പറയുന്നു? നമുക്കൊരു സഹോദരൻ ഒരു ഉപകാരം ചെയ്താൽ അവന് നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം എപ്പോഴും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര തവണ ദൈവത്തിന് നീ നന്ദി പറയുന്നുണ്ട് എന്നനുസരിച്ചാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോവുക. ഇത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ആത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര കണ്ട് നന്ദി പറയുന്നവനാണ്. നന്ദി പറയുന്നതിൻ്റെ യോഗ്യതയനുസരിച്ചാണ് എൻ്റെ ജീവിതം അവിടുന്ന് ആത്മാവ് ക്രമീകരിക്കുക. ഞാൻ 50-ാം അധ്യായം വായിക്കാം. സങ്കീർത്തനം 50:14 വായിക്കുക. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ബലി. സങ്കീർത്തനം 50:14. എന്ത് നിങ്ങൾ മറക്കരുത് ഈ വചനം. ഞാൻ അധികം വചനം പറഞ്ഞിട്ടില്ല. ഞാൻ 4:12 പറഞ്ഞു. വീട്ടിൽ പോയിട്ട് വായിക്കണം. എന്നിട്ടിതാ സങ്കീർത്തനം 50:14. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. എന്താണ് ദൈവത്തിന് അർപ്പിക്കുന്ന ബലി? എന്താണ് ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ബലി ഏതാ? കൃതജ്ഞത. അതിൻ്റെ മറ്റൊരു വാക്കേതാ? കൃതജ്ഞതയുടെ മറ്റൊരു വാക്കേതാ? നന്ദി. നന്ദിയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി. ഇനി സങ്കീർത്തനം 50:14 നമ്മൾ പഠിച്ചത്. ഇനി 50:23. 50:23 വീണ്ടും ആവർത്തിക്കുകയാണ്. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ദൈവമായ കർത്താവ് പറയാണ് ദാവീദിൻ്റെ അധരങ്ങളിലൂടെ, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ബലിയായി ഒന്ന് പറഞ്ഞ, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാ? നന്ദി പറയുമ്പോൾ. ഇത് ഞാൻ പറഞ്ഞതല്ലത്. ഇനി ഈ നന്ദി പറയാൻ പറ്റാത്ത ആളുകളുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊക്കെ കേട്ടാലും പഠിച്ചാലും നന്ദി പറയാൻ പറ്റില്ല. ജഡം മറപ്പിച്ച് കളയും. ഈ ജഡം ഉണ്ടല്ലോ, ജഡം, ഈ ദേഹം, അവൻ നമ്മളെ മറപ്പിക്കും, മറന്നു കളയിപ്പിക്കും. അങ്ങനെ മറന്നു കളയുന്നവർക്കാണ്
ദൈവം മറ്റൊരു ക്രമീകരണം ചെയ്തിട്ടുള്ളത്. നമ്മളാരും അങ്ങനെ മറക്കില്ലല്ലോ. നന്ദി പറയാൻ മറക്കുമോ? നമ്മൾ നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ നന്ദി പറഞ്ഞ് ജീവിക്കാൻ മറക്കുമോ? മറക്കാതിരുന്ന നല്ലത്. മറന്നാലൊരു പ്രശ്നമുണ്ട്. 51:17 ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അപ്പോൾ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. അപ്പോൾ നമ്മൾ നന്ദി പറയാൻ നമ്മൾ മറന്നു പോയാൽ നമ്മുടെ മനസ്സിനെ ദൈവം എന്ത് ചെയ്യാൻ സൗകര്യം ചെയ്തു തരും? ഉരുകാൻ. നമ്മൾ നന്ദി പറയാൻ മറന്നു പോകുന്നവരാണെങ്കിൽ, നിങ്ങളൊക്കെ നന്ദി പറയുന്ന ആളുകളാണ്, നമ്മൾ എങ്ങാനും നന്ദി പറയാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. എങ്ങനെ? നമ്മുടെ മനസ്സിനെ ഉരുക്കിത്തരും, ഉരുകിയ മനസ്സാക്കി തരും. ഇനി ഉരുകിയ മനസ്സ് എങ്ങനെയാണ് ആക്കുക എന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിനെ ദൈവം ഉരുക്കുക? സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് 34:18 സങ്കീർത്തനം 34:18 ഒന്ന് വായിക്കട്ടെ. ഞാൻ ഇതിൽ നോക്കി വായിക്കണം. എന്താ വെച്ചാൽ ഇത് ബൈബിളിലുള്ളതാട്ടോ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്തിനാ ഇവരുടെ മനമൊക്കെ ഉരുക്കണേ? ദൈവം ഉരുക്കണതല്ല, പിശാച് വന്ന് ഉരുക്കി തരും. ദൈവം അനുവദിക്കും, ദൈവം കണ്ണടച്ച് നിൽക്കും. കാരണം ഈ നന്ദി പറയാത്ത ഹൃദയങ്ങളെ ദൈവം നന്ദി പറയുന്ന ഹൃദയങ്ങളാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ കാര്യമല്ല കേട്ടോ. നന്ദി പറയാത്ത ഹൃദയങ്ങളെ നന്ദി പറയുന്ന ഹൃദയങ്ങളാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഉരുക്കണം, മനം ഉരുകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ഈ ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? ജഡത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. മാനസിക വ്യാപാരങ്ങൾ കടന്നു വരും, ലൗകിക വ്യാപാരങ്ങൾ കടന്നു വരും, ലൗകിക ചിന്തകൾ കടന്നു വരും, ധനാഗമ മാർഗങ്ങൾ കടന്നു വരും, ജോലി കാര്യങ്ങൾ കടന്നു വരും. കാനഡയിൽ പോവും, അയർലൻഡിൽ പോവും, ഓസ്ട്രേലിയയിൽ പോവും, അമേരിക്കയിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും. അങ്ങനെ നമ്മൾ കുർബാനയുടെ നേരത്തും കുർബാന പ്രാർത്ഥനയുടെ നേരത്തും ഒട്ടനവധി കാര്യങ്ങളിലൂടെ നമ്മൾ മുങ്ങിക്കുളിക്കും. അതാണ് ഈ ദേഹവും ദേഹിയും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എവിടെയാ? ഒന്ന് പറഞ്ഞ്, എവിടെയാ പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന 90% ദേഹത്തിലും ദേഹിയിലും തട്ടിത്തടഞ്ഞ് നിഷ്ഫലമായി പോകും. അത് നിഷ്ഫലമായി പോവാതിരിക്കാനാണ് ദൈവം 34:18 ഒരു സൂത്രം പറഞ്ഞത്. എന്താണ് സൂത്രം? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇങ്ങനെ ഹൃദയം ദൈവം അനുവദിച്ചിട്ട് ഉരുക്കണ്ട, നമ്മളങ്ങോട്ട് ഉരുക്കിക്കോ. സഹനങ്ങൾ വന്നിട്ട് ഉരുകാൻ നിൽക്കണ്ട, ഇപ്പോഴേ ഉരുകിക്കോ. മക്കളൊക്കെ ഇപ്പൊ നല്ല രീതിയിലാണ് പോകുന്നത്, ഇപ്പോഴേ നീ ഉരുകിക്കോ. മക്കൾ നശിച്ചിട്ടല്ല ഉരുകേണ്ടത്, നേരത്തെ ഉരുകി പഠിച്ചോ. എന്നിട്ട് ദൈവമേ നന്ദി. ഈ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പണ്ട് കേട്ടത് ഓർമ്മപ്പെടുത്തി തരുന്നു. ഒരു അമ്മയ്ക്കൊരു കുട്ടിയുണ്ട്, 3 മക്കളുണ്ട്. രണ്ടാമത്തെ കുട്ടി ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 7-8 വയസ്സായിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ് കുട്ടിയെ കൊണ്ട്, ഭയങ്കര അറ്റാക്കിങ് മൂഡുള്ള. അത് ഈ ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. ഒരമ്മ, ആ അമ്മയുടെ മനം എങ്ങനത്തെ ആയിരുന്നു? ഉരുകിയ മനസ്സാണ്. കാരണം ഈ മകനെ ഓർത്ത് എന്നും ഉരുക്കമാണ്. ആ അമ്മയ്ക്ക് പല വിചാരത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല കേട്ടോ. ആ അമ്മയ്ക്ക് പല വിചാരത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ അമ്മ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ആത്മാവില. ഈ ഇത്രയും ഉരുക്കമുള്ള ആളുകൾ ഒരിക്കലും ദൈവത്തെ തള്ളി പറയുന്നതും കേട്ടിട്ടില്ല. ദൈവത്തെയൊക്കെ തള്ളി പറയുന്നത് ആരാ? ഈ മനം ഉരുകാത്തവരാ. അവർക്കതിൻ്റെ വേദന അറിയില്ല. ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. ഈ അമ്മ ഒരു ദിവസം പ്രാർത്ഥിക്കുകയാണ് ഈശോയോട്. ഒരു പ്രസംഗത്തിൽ കേട്ടതായത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്, ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ നിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടോ. ഈശോ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ഇത് ഈശോ എനിക്ക് രാവിലെ പോയിട്ട് ഈശോയുടെ മുന്നിൽ ഇരുന്നിട്ട് പറയും, നമ്മുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് പറഞ്ഞാൽ മതി. രാവിലെ പോയിട്ട് ഈശോയെ നീ തന്ന കുഞ്ഞിനെ ഞാൻ വൈകുന്നേരം വരെ വളർത്തിക്കാളാട്ടോ.
ഈശോ രാവിലെ പോയിട്ട് ഈ അമ്മ ഈശോയുടെ മുന്നിൽ നിന്ന് പറയാണ്, ഈശോയെ നീ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നിട്ടില്ലേ രാവിലെ, ആ കുഞ്ഞിനെ ഞാൻ വൈകുന്നേരം വരെ ഞാൻ നോക്കിക്കോളാട്ടോ. നീയല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ, നോക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത്. ഞാനത് സത്യസന്ധമായി ഞാൻ നീ തന്ന കുഞ്ഞിനെ, കുഞ്ഞാരുടെയാണ്? ഈ അമ്മയുടെയാ. പക്ഷെ അമ്മ പ്രാർത്ഥിക്കുന്നത് ആരാണ്? നീ തന്ന കുഞ്ഞിനെ. അമ്മയുടെ അല്ല കുഞ്ഞ്, കുഞ്ഞാരുടെയാ? ഈശോയുടെ. ഈശോയെ നീ തന്ന കുഞ്ഞിന് ഇത് നിങ്ങൾ കേട്ടോളോട്ടോ. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തോ. ഈ നീ തന്ന നമ്മുടെ മക്കൾക്ക് ഓട്ടിസം ഇല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് വേറെ ചില പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ അമ്മ പോയിട്ട് പ്രാർത്ഥിക്കുക, ഈ നീ എനിക്ക് രാവിലെ തന്നില്ലേ, രാവിലെ പോയിട്ട് വരെ നീ എനിക്ക് തന്നു, ഈ കുഞ്ഞിനെ ഞാൻ വൈകുന്നേരം വരെ ഞാൻ നോക്കിക്കോളാം. കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ നോക്കിയിട്ട് വൈകുന്നേരം ഈ തിരുഹൃദയത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ അമ്മ പറയാണ്, ഈശോ നീ എനിക്ക് രാവിലെ തന്നില്ലേ നിൻ്റെ മോനെ, ഞാനിതാ എൻ്റെ മോനെ നിൻ്റെ കയ്യിൽ രാത്രിയിൽ ഞാനിതാ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുന്നു കേട്ടോ. ഈ അമ്മ പറയാം, കരഞ്ഞിട്ടാ പറയണം കേട്ടോ, കൈകൾ വിരിച്ച് പിടിച്ചിട്ട് കണ്ണീരൊഴുക്കിയിട്ട് ഈ അമ്മ പറയാം, നീ എനിക്ക് രാവിലെ തന്നില്ലേ നിൻ്റെ മോനെ, ഞാനിതാ വൈകുന്നേരം ഈ മോനെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഇതാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. ഉരുകിയ മനസ്സായ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു കൊടുത്തതായിരിക്കണം. ഈ അമ്മ ഇങ്ങനെ ഏതാനും 1-1.5 മാസമായിട്ട് ഏകദേശം ഒരു 40-45 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് കടന്നുപോയി. ആ വീട്ടിൽ പിന്നെ ഉണ്ടായ സംഭവം. ഇങ്ങനെ ഒരു 1-2 മാസം ആവുമ്പോഴേക്കും ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിലും അവൻ്റെ ജീവിത രീതികളിലും കർത്താവായ ഈശോ വലിയ അത്ഭുതം കാണിച്ചു. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത, കരമടിക്ക്, കരങ്ങൾ ഉയർത്തിയടിക്ക്. ഈ കാലഘട്ടത്തില് നമ്മളുടെ വരുതിയിൽ നിൽക്കാത്ത നമ്മുടെ മക്കള്, ഈ കാലഘട്ടത്തില് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത, ഭാഷ ഭിന്നിച്ചു പോയ നമ്മുടെ മക്കള്, ആ മക്കളെ രാവിലെ ഈശോയുടെ കയ്യിൽ നിന്ന് നീ മേടിക്ക്, രാവിലെ നീ വാങ്ങിക്ക്, എന്നിട്ട് വൈകുന്നേരം നീ തിരിച്ചു കൊടുക്ക്. ഈശോയെ നീ രാവിലെ എനിക്ക് വളർത്താൻ ഏൽപ്പിച്ച എൻ്റെ കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഇതാ ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. യേശുവേ നന്ദി, തിരിച്ചു തരുന്നു. രാത്രിയായി ഇതാ ഞാൻ നിനക്ക് തിരിച്ചേൽപ്പിക്കുന്നു. രാത്രി ഈശോ നോക്കിക്കോളും. തിരിച്ചു കൊടുത്താൽ, തിരിച്ചേൽപ്പിച്ചാൽ ഈശോ നോക്കും. രാവിലെ ചോദിച്ചു വാങ്ങുക, വൈകുന്നേരം തിരിച്ചു കൊടുക്കുക. നീ ഇത് ചെയ്യുക, നന്ദി പറഞ്ഞ് നീ ചെയ്യുക. നിന്റെ മക്കള്, നിന്റെ കുടുംബം, നിന്റെ ജീവിതം മാറി മറിയുന്നത് കാണാം. വിശ്വസിക്കുന്ന പറ ഹല്ലേലൂയ. 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ മക്കള് 5 മിനിറ്റോടെ അവസാനിപ്പിക്കും. നമ്മുടെ മക്കള് 3 തരത്തിൽ പ്രശ്നങ്ങളിൽ പെട്ടാ കിടക്കും. നമ്മുടെ മക്കൾ, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശാന്തമായി സംസാരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ചൂടാവുക, അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ പ്രവർത്തിക്കുക, സ്വഭാവങ്ങളൊക്കെ കൈമോശം വന്നു പോവുക. എന്താണ് അതിൻ്റെ പിന്നിൽ? 3 കാര്യങ്ങളാണ് നമ്മൾ മാതാപിതാക്കൾ അറിയണത്. 1, നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഡിജിറ്റലി. ഇന്ന് നമ്മുടെ കയ്യിൽ, കുട്ടികളുടെ കയ്യിലൊക്കെ എന്തുണ്ട്? മൊബൈലുണ്ട്. അവർ ജനിച്ച് ജീവിച്ച അന്നു മുതൽ അവർ ഉപയോഗിക്കുന്നത് മൊബൈലാണ്. ഈ മൊബൈലിൽ കണ്ട് ഈ സ്ക്രോൾ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ. അവർക്ക് ഒരു 3 മിനിറ്റ്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ 10 മിനിറ്റ് അല്ല, 3 മിനിറ്റ് പോലും ഒരു കാര്യം കേട്ടിരിക്കാനുള്ള മാനസിക പക്വത നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ. അവരെങ്ങനെ? ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. അവർ ചിതറിപ്പോയി. എന്തുകൊണ്ട്? ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന മക്കള് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഒന്നിലും ഒരു തീഷ്ണതയോ ഒന്നിലും ഒരു ശ്രദ്ധയോ ഇല്ലാത്ത ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന മക്കള് ഡിസ്ട്രാക്റ്റഡായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. 1, ഇത്തരം കുട്ടികളോട് അവര് രോഗികളാ. ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡായ കുട്ടികൾ ഇന്ന് നമ്മുടെ മക്കളൊക്കെ രോഗികളാ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാവിലെ മേടിച്ച് വൈകുന്നേരം ഈ രോഗികളായ മക്കളെ ദൈവത്തിന് കൊടുക്കണം. ദൈവം രോഗം മാറ്റും. നന്ദി പറഞ്ഞു കൊടുക്കണം. അത് ആ രോഗികളാ, ചിതറിപ്പോയിരിക്കുകയാണ്. അവർ ചിതറിപ്പോയിരിക്കുക. 10 ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ 10 മിനിറ്റ് പോലും അവർക്കൊരു കാര്യം കേട്ടിരിക്കാൻ പറ്റില്ല. സ്കൂളിലൊന്നും ശ്രദ്ധിച്ചിരിക്കാൻ അവർക്ക് പറ്റില്ല. മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റില്ല. 2ാമത്തെ ഒരു പ്രശ്നം, അവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. എന്താണ്? ഞാൻ ആരാണ് എന്ന് അവർക്ക് ബോധ്യമില്ല. ഞാൻ ഏത് കുടുംബത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ ആരുടെ മകനാണ്, ഏത് മാതാപിതാക്കളുടെ മകനാണെന്നൊന്നും അവർക്കറിയില്ല. അവരൊരു ഐഡന്റിറ്റി ക്രൈസിസിലാണ്. അതുകൊണ്ട് അവർ ആരുടെ പിന്നാലെയും പോകും, ഏത് വിശ്വാസം സ്വീകരിക്കും, ആര് പറഞ്ഞതും കേൾക്കും.
ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആണ് അവർ. രണ്ടാമത്തത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളവരാണ്. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. എന്തിനാണ് ഞാൻ നന്നാവുന്നത്? ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് നന്നാവണത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഒരു ക്ഷമയില്ല. കുട്ടികളെ പ്രഭാതത്തിൽ മേടിച്ച് വൈകുന്നേരം തിരിച്ചേൽപ്പിക്കണം. നമ്മുടെ സ്വന്തമാക്കി വെക്കുമ്പോഴാണ് കുഴപ്പം. ഒന്ന് ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്, രണ്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ്. അവർക്ക് സ്വന്തമായ അഡ്രസ്സിനെ കുറിച്ച് അവർക്ക് ബോധ്യമില്ല. ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഞാൻ ആരാ, അവർക്കറിയില്ല ഞാൻ ആരാ. മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, there are many of them broken families. ഇങ്ങനെ വരുന്ന കുട്ടികൾ പലരും മാതാപിതാക്കൾ കലഹിക്കുന്ന മാതാപിതാക്കളുടെ മക്കളായിരിക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കലഹിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെ വരുതിയിലാക്കാൻ ഭയങ്കര പ്രയാസ. ബ്രോക്കൺ ഫാമിലി എന്ന് വരുന്ന കുട്ടികളെ നിയന്ത്രിച്ച് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്തരം കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം? നിന്റെ ഉപദേശമൊന്നും അവർക്ക് വേണ്ട, സഹതാപം മാത്രം. സഹതാപം വേണം അവരോട്. അവർക്ക് സഹതാപം ആവശ്യമുണ്ട്. വേറൊരാളുടെ പരിലാളന അവർക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ തലോടൽ അവർക്ക് ആവശ്യമുണ്ട്. അവർ ബ്രോക്കൺ ഫാമിലി എന്ന് വരുന്ന കുട്ടികളാണ്. അവരോട് ഉപദേശം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരം കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന്. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ജെറുസലേം ദൈവത്തിൻ്റെ പട്ടണമായ ജെറുസലേമിൽ നിന്നും തിന്മയുടെ പട്ടണമായ എമ്മാവുസിലേക്ക് 2 ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം ഓടിപ്പോകുന്നുണ്ട്. അവരോടുകൂടി ഈശോ എന്താ ചെയ്തത്? അവരുടെ കൂടെ നടന്നു. അവരെ പഠിപ്പിച്ചു. അവർക്ക് പറ്റുന്ന ഭാഷയിൽ കൂടെ നടന്ന് പഠിപ്പിച്ചു. പഠിക്കണമെന്നല്ല, കൂടെ നടന്നു പഠിപ്പിച്ചു. പിന്നെന്താ ചെയ്തത്? അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത് മൂന്നും ചെയ്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. തിന്മയിലേക്ക് അവർ പോയില്ല. അവർ എമ്മാവുസിലേക്ക് പോകുന്ന യാത്ര അവസാനിപ്പിച്ച് അവർ പിന്നെ എങ്ങോട്ടാ പോയത്? ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം വീട്ടിൽ പോയിട്ട് വായിക്കുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ മക്കൾ ഡിസ്ട്രാക്റ്റഡ് ആയ കുട്ടികളാണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള കുട്ടികളാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് വരുന്ന കുട്ടികൾ കൂടി വരികയാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് വരുന്ന കുട്ടികൾ. അപ്പം 3 ക്രൈസിസ് കുട്ടികൾ നേരിടുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കുള്ളതാണ് ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. കാരണം ഈ സോഷ്യൽ മീഡിയ വഴി തകർന്നിരിക്കുകയാണ് അവരുടെ ഹൃദയം. ഒരു ശ്രദ്ധയുമില്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളെ കൈകളിൽ മേടിച്ച് രാത്രിയിൽ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ആത്മാർത്ഥമായി കുരിശടയാളമെങ്കിലും വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കുക. നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ ശാന്തരാക്കി ദൈവം തിരിച്ചു തരും.